ഹായ് കൂട്ടുകാർ, നമ്മുടെ അടുക്കള തോട്ടത്തിലെ പച്ചക്കറികളാണ്. കണ്ടില്ലേ, ഇത് ഉടങ്കൊല്ലി മുളകാണ്. നല്ല പോലെ എരിവുണ്ട് കേട്ടോ, നല്ല കാച്ചിട്ടുമുണ്ട്. ഇത് തക്കാളി, അതുപോലെ തന്നെ ക്യാബേജ്, വെണ്ടയ്ക്കയുണ്ട്, പിന്നെ വഴുതനമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പച്ചക്കറികൾ, നമുക്ക് വീട്ടാവശ്യത്തിനായി ആയിട്ടുള്ള എല്ലാ പച്ചക്കറികളും നമ്മളിവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. കണ്ടില്ലേ, വഴുതനം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വഴുതനമാണ്. എൻ്റെ മോളാണ് ഇതിനെല്ലാം വെള്ളമൊക്കെ നനയ്ക്കുന്നത്. മോളുണ്ട്, മോനും, അവർ രണ്ടുപേരും കൂടിയാണ് ഇതിനെല്ലാം വെള്ളം നനയ്ക്കുന്നതും ഇതിനെ പരിപാലിക്കുന്നതും. ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തക്കാളിയാണ്. നമ്മൾ വിത്തെടുത്ത് നട്ടതാണ്. അതെ, വിത്തിട്ട് നട്ടത്. അപ്പം ഒരു കായ്ച്ചിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ കഴിക്കും. അതെ അതെ. ഇനി അതുപോലെ തന്നെ ഉടങ്കൊല്ലി മുളക് നല്ല എരിവുള്ള മുളക് തന്നെയാണ് കേട്ടോ. തക്കാളി മറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡിൽ ഇങ്ങനെ കമ്പൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ അതിനെ നൂത്ത് നിർത്തിയിരിക്കുന്നത്. കണ്ടില്ലേ, വഴുതനം കണ്ടില്ലേ, വഴുതനം വളരെ നല്ല നീളത്തിൽ വളരുന്ന വഴുതനമാണ്. അത് നമ്മൾ കൃഷി ഓഫീസിൽ നിന്നിട്ടുള്ള പൂച്ചട്ടികളാണ്. അതിൽ നല്ല പോലെ അവർ മണ്ണൊക്കെ നിറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ഫലപുഷ്ടമായിട്ടുള്ള മണ്ണായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് കായ്ച്ചിട്ടുമുണ്ട്. കണ്ടില്ലേ, ഇത് കത്തിരിക്കയാണ്. കത്തിരിക്ക നിറയുണ്ട്. ഇത് ഏകദേശം അതിൻ്റെ കാലാവധി കഴിയാറായി. അത് കുറേ കത്തിരിക്ക കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം അത്രയും മുടി തന്നെ ഏകദേശം ഒരു ചാക്കോളം കത്തിരിക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. പടവലമോ ഇത് നമ്മൾ നിറയെ കാച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു പടവലാണ്, മിനി പടവലാണ്. ഇത് ഒന്ന് അങ്ങ് ചുരുണ്ടുപോയി. പക്ഷേ നല്ല തോരനൊക്കെ വയ്ക്കാനൊക്കെ നല്ല സ്വാദിഷ്ടമായിട്ടുണ്ട്. കാരണം നമ്മൾ വിഷമൊന്നും തളിക്കാതെ കിട്ടുന്നതാണല്ലോ. നമ്മൾ ഇതിനൊന്നും വിഷമൊന്നും തളിക്കാറില്ല. വെള്ളവും വളവും മാത്രമേ ഇട്ട് കൊടുക്കുന്നത്. വളവും ജൈവ വളമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് പപ്പായ, റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ്. ഇനി പയർ നട്ടിട്ടുണ്ട്. ഞങ്ങൾ പയർ കായ്ച്ചു തുടങ്ങിയിട്ടില്ല. കണ്ടില്ലേ, വെണ്ട ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വെണ്ട എന്ന് പറഞ്ഞ് നട്ടിരിക്കുന്നതാണ്. ഇത് 3 ഉണ്ടായിരുന്നു. 3 നമ്മൾ പറിച്ചു. ഒന്ന് ചെറുത്, നല്ല വലുതും ഉണ്ടായിരുന്നു. ബൈ ബൈ കൂട്ടുകാരെ.